ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കട്ടിൽ നിന്നും താഴെ വീണതാണെന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയ്ക്കും ഉണ്ണിക്കും പിടികൊടുക്കാതെ തൽക്കാലം രക്ഷപ്പെടുകയാണ് കണ്ണൻ ചെയ്യുന്നത്. തുടർന്ന് താഴെ വീണ് കിടക്കുന്നത് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് ദുർഗയോടും ഉണ്ണിയോടും കണ്ണൻ പറയുന്നുണ്ടെങ്കിലും ഉണ്ണി കണ്ണനെ സഹായിക്കാൻ നിൽക്കാതെ അവിടെ നിന്നും പോകുന്നു. ദുർഗ കണ്ണനെ ഒരു വിധത്തിൽ പിടിച്ചെഴുന്നേൽപ്പിച്ച് കട്ടിലിരുത്തുന്നുണ്ട്. ശേഷം നിന്നെ ഞാൻ മുറി മുഴുവൻ നോക്കിയെന്നും നീ കട്ടിലിൻ്റെ സൈഡിൽ കിടക്കുന്നത് ഞാൻ കണ്ടില്ല എന്നെല്ലാം ദുർഗ പറയുമ്പോൾ ഉറക്കത്തിനിടയിൽ താഴെ വീണു, തലയ്ക്ക് നല്ല വേദനയുണ്ടെന്ന് കണ്ണൻ പറയുന്നുണ്ട്. തുടർന്ന് ഉണ്ണിയിപ്പയെ കാണിച്ചതിന് അവനെ വീട്ടിൽ നിന്നും പുറത്താക്കാണ് വേണ്ടതെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അവൻ ജോലി പോയതോടെ സമനില തെറ്റി നടക്കുകയാണെന്നും നീ അതൊന്നും കാര്യമാക്കണ്ട എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്. ശേഷം മഹിയെക്കുറിച്ച് ഓരോരോ കുറ്റങ്ങൾ പറയുന്ന ദുർഗയ്ക്ക് വായടപ്പിച്ച് മറുപടി തന്നെ കണ്ണൻ കൊടുക്കുന്നുണ്ട്. പിന്നീട് താഴെ എത്തുന്ന ദുർഗ നീ കാണിച്ചത് ശരിയായില്ല എന്നും എങ്ങനെയെങ്കിലും നയത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചെടുക്കാമെന്നെല്ലാം ദുർഗ പറയുമ്പോൾ ഞാനിപ്പോൾ 7-ാം മാസത്തെ ചടങ്ങ് അലങ്കോലപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ അതൊന്നും വേണ്ടെന്നും അവനും അവൾക്കുമെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർക്കെല്ലാം തിരിച്ചടികൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ പ്രതാപൻ തന്നെ തലയ്ക്ക് സ്ഥിരതയില്ലാതെ നടക്കുകയല്ലേ എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയോട്. എങ്കിലും അവനെ ഞാൻ മുറി മുഴുവൻ നോക്കി, അവൻ കട്ടിലിൻ്റെ സൈഡിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ എന്നെല്ലാം ദുർഗയ്ക്ക് വീണ്ടും ഒരു സംശയം ഉണ്ടാകുന്നുണ്ട്. പിന്നീട് കണ്ണൻ മഹിയെ വിളിച്ചിട്ട് തൽക്കാലം അവർക്ക് പിടികൊടുക്കാതെ രക്ഷപ്പെട്ട കാര്യമൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കണേ കണ്ണേട്ട എന്ന് പറയുന്നുണ്ട് മഹി. പിന്നീട് മഹി ഇപ്പോൾ പേടിക്കേണ്ടത് കണ്ണേട്ടൻ നടന്നു തുടങ്ങിയത് എല്ലാവരും അറിയുന്നതിനെയല്ല. കണ്ണേട്ടൻ്റെ അന്നത്തെ ആക്സിഡൻ്റ് ഏക സാക്ഷി മഹിയാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ ഇത്ര അടുത്ത സ്ഥിതിക്കെങ്കിലും മഹിക്ക് കാര്യങ്ങളെല്ലാം ഞങ്ങളോട് തുറന്നു പറയാമായിരുന്നു. എങ്കിൽ കണ്ണേട്ടനെ എങ്കിലെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു. ഇനിയിപ്പോൾ ആ പ്രതാപൻ എങ്ങാനും വന്ന് എല്ലാം വിളിച്ചു പറയുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോൾ എല്ലാവരും ചേർന്ന് ചതിച്ചു എന്നല്ലേ കണ്ണേട്ടൻ കരുതൂ. ഇനി മാക്സിമം കണ്ണേട്ടൻ അറിയാതെ ഈ രഹസ്യം മൂടി വയ്ക്കണമെന്നെല്ലാം ലേഖ പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. പിന്നീട് മഹിയെ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാനായിട്ട് മഞ്ജുവും സാഗറും കമലേശ്വരത്ത് എത്തുന്നു. മഞ്ജുവിനെയും സാഗറിനെയും കാണുന്ന ദുർഗ കുത്തുവാക്കുകൾ പറയുമ്പോൾ കണ്ണേട്ടൻ വിളിച്ചിട്ടാണ് ഞാനും സാഗരേട്ടനും ഇങ്ങോട്ട് വന്നത്. പിന്നെ എല്ലാ തവണത്തെയും പോലെ ഏട്ടത്തിയുടെ 7-ാം മാസത്തെ ഈ ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ അമ്മയുടെ മകന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ അതിന് ആ മാർക്കോയെ പോലെ ഒരു ഗുണ്ടയല്ല എൻ്റെ മോൻ. അന്ന് അവൻ വന്നല്ലേ നിൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ ആവാഹിക്കുന്ന ആ കർമ്മം മുടക്കിയത് എന്ന് ദുർഗ പറയുന്നതും അന്ന് മാർക്കോ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഏട്ടത്തിക്കും ഏട്ടനുമെതിരെ ആരെന്ത് പ്രവർത്തിക്കാൻ നോക്കിയാലും അത് അച്ഛൻ്റെ ആത്മാവ് തടയുമെന്ന് പറയുന്നുണ്ട് മഞ്ജു. ഇതേ സമയം കണ്ണൻ വന്നിട്ട് ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല മഞ്ജു, നീ ചെന്ന് അയാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നുണ്ട് കണ്ണൻ. ഈ ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും പിന്നെ അവർ ഈ വീട്ടിൽ കാണില്ല എന്നൊരു മുന്നറിയിപ്പും ദുർഗയും ഉണ്ണിയും കേൾക്കെ തന്നെ കണ്ണൻ കൊടുക്കുന്നുണ്ട്. ഇതേ സമയം മഹിയെ റെഡിയാക്കി താഴേക്ക് കൊണ്ടുവരുന്നുണ്ട് ലേഖ. കണ്ണന് ഈ ചടങ്ങ് അവൻ്റെ വീട്ടിൽ വെച്ച് തന്നെ നടത്തണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്കത് ഇവിടെ വെച്ച് നടത്താമായിരുന്നു എന്ന് പറയുന്നുണ്ട് അനന്തു. ഏതായാലും എനിക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ധൈര്യമില്ല, അത്രയും വലിയൊരു രഹസ്യം ഉള്ളിൽ മൂടി വെച്ചല്ലേ നടക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു. ഏതായാലും ചടങ്ങ് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറയുന്നുണ്ട് ലേഖയും. ഇതേ സമയം മഞ്ജു വരുന്നുണ്ട് മഹിയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട്. പോകുന്നതിന് മുൻപായിട്ട് സൂക്ഷിക്കണമെന്നും വിഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരുടെ അടുത്തേക്കാണ് പോകുന്നത് എന്ന് ഓർമ്മ വേണം. മഞ്ജു തരുന്നതല്ലാതെ അവിടെ നിന്നും ഒന്നും കഴിക്കരുത് എന്നെല്ലാം പോകുന്നതിന് മുൻപായിട്ട് പ്രത്യേകം ലേഖ പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. ശേഷം പ്രതാപൻ മുത്തശ്ശിയോടും മോഹിനിയോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട് ഇന്നലെ മോളുടെ 7-ാം മാസത്തെ ചടങ്ങ്, അത് കഴിഞ്ഞാൽ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. മുറപ്രകാരം 7-ാം മാസം മുതൽ മോൾ ഇവിടെയല്ലേ നിൽക്കേണ്ടത്. മോൾ ഇവിടെയുണ്ടെങ്കിൽ കണ്ണൻ മോൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരും. അപ്പോൾ പിന്നെ എനിക്കും വിശ്വനാഥനും കണ്ണൻ മോനും ചേർന്ന് രാത്രി കഥയൊക്കെ പറഞ്ഞിരിക്കാം. കണ്ണൻ മോൻ ഇവിടെ വരണമെന്ന് വിശ്വനാഥനും ആഗ്രഹമുണ്ട്. അവൻ അത് ഇന്നലെ കൂടി എന്നോട് പറഞ്ഞതേ ഉള്ളൂ എന്നെല്ലാം പ്രതാപൻ പറയുന്നത് കേട്ട് മുത്തശ്ശിയും മോഹിനിയൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. പിന്നീട് വാമൻ പ്രതാപനെതിരെ എന്തോ ഒരു ചതി മനസ്സിൽ ആസൂത്രണം ചെയ്തതുപോലെ പ്രതാപനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. ഇപ്പോൾ പ്രതാപൻ്റെ വായ മൂടി കെട്ടിയില്ലെങ്കിൽ വൈകാതെ കണ്ണനെല്ലാം അറിയും. അതുകൊണ്ട് ആരും അറിയാതിരിക്കാൻ പ്രതാപനെ വരുത്തുക എന്നുള്ളത് തന്നെയാണ് വാമൻ്റെ ലക്ഷ്യം. മുത്തശ്ശിയും കരുണയും എന്ത് പറഞ്ഞാലും കണ്ണനത് വിശ്വസിക്കണമെന്നില്ല. അതുകൊണ്ട് പ്രതാപനെ തീർക്കുക. പിന്നെ അയാളിപ്പോൾ സമനില തെറ്റി നടക്കുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് എന്ത് സംഭവിച്ചാലും അത് ആ രീതിയിൽ കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കാം എന്ന് തന്നെ വാമൻ കണക്ക് കൂട്ടുന്നു. മാത്രമല്ല മോഹിനിയാണെങ്കിലും അവിടെ ഇല്ലാത്ത ഒരു സമയമാണ്. അങ്ങനെ വാമൻ പക്ഷേ ഇടയ്ക്ക് വെച്ച്
വിശ്വനാഥൻ്റെ ആത്മാവ് തന്നെ പിന്തുടരുന്നുണ്ടോ, എന്തോ ഒരു അപായ സൂചനയൊക്കെ അയാൾക്ക് ഉണ്ടാവുന്നുണ്ട് വാമദേവന്. അങ്ങനെ വാമൻ വരുന്നത് കാണുമ്പോൾ തന്നെ, എടാ വാമ, നിന്റെ കാര്യം തീർന്നടാ, കണ്ണൻ മോൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു, അവനോട് ലക്ഷ്മി മോളെല്ലാം പറഞ്ഞു, ഇനി എനിക്ക് അവനെ കണ്ട് നീയാണ് എനിക്ക് കൊട്ടേഷൻ തന്നത് എന്നുകൂടി പറയണം എന്നെല്ലാം വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ വാമനെ കാണുമ്പോൾ. ഏതായാലും വിശ്വനാഥൻ്റെ ആത്മാവ് വാമൻ്റെ പുറകെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതാപനെ കൊണ്ട് സത്യം മുഴുവൻ കണ്ണനിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് വിശ്വനാഥൻ്റെ ആത്മാവിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് വാമന് പ്രതാപനെതിരെ ഒന്നും ചെയ്യാനും കഴിയുന്നില്ല. അങ്ങനെ വാമൻ വന്നു പോയതിന് ശേഷം പ്രതാപൻ വല്ലാതെ തന്നെ വയലൻ്റ് ആവുന്നുണ്ട്. എനിക്ക് കണ്ണൻ മോനെ കാണണം എന്നുള്ളൊരു ഒരേ ചിന്ത അയാൾക്കുണ്ടാവുന്നു. പിന്നീട് മഞ്ജു മഹാലക്ഷ്മിയും കൂട്ടി കമലേശ്വരത്ത് എത്തുന്നു. പതിവ് പോലെ ദുർഗ അവളെ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞ് നോവിക്കുന്ന രീതിയിൽ പലതും പറയുന്നുണ്ട്. പക്ഷേ കണ്ണൻ അതിന് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് ദുർഗയ്ക്ക്. മാത്രമല്ല മഞ്ജുവും ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. അങ്ങനെ ചടങ്ങുകളൊക്കെ തുടങ്ങുന്നു. എല്ലാവരും വളരെയധികം സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ലേഖയും അനന്തവും എല്ലാവരും എത്തിയിട്ടുണ്ട് ആ ചടങ്ങിൽ പങ്കുകൊള്ളാൻ വേണ്ടിയിട്ട്. ഉണ്ണിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു ചടങ്ങ് കുളമാക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. വാമനും ഒന്നും അറിയാത്തതുപോലെ ആ ചടങ്ങിൽ പങ്കുചേരാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇതേ സമയം തന്നെ മുത്തശ്ശിയുടെയും കരുണയുടെയൊക്കെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് പ്രതാപൻ കമലേശ്വരത്ത് എത്തുന്നുണ്ട്. അപ്പോൾ പ്രതാപൻ വരുന്നത് കാണുമ്പോൾ തന്നെ മഹാലക്ഷ്മിയും അനന്തവും ലേഖ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് പ്രതാപൻ എല്ലാം അവിടെ എല്ലാവരും കേൾക്കെ വിളിച്ചു പറയുന്നത്. പ്രത്യേകിച്ച് കണ്ണൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനെ ലോറി ഇടിപ്പിച്ചു കൊന്നത് ഞാനാണെന്നും ഈ വാമദേവൻ നിൻ്റെ അമ്മാവനാണ് അതിനെനിക്ക് കൊട്ടേഷൻ തന്നത്. ഈ രഹസ്യമാണ് നിന്നോട് പലപ്പോഴായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. നിൻ്റെ ഭാര്യ ലക്ഷ്മി മോൾക്ക് എല്ലാം അറിയാം എന്നുള്ള കാര്യങ്ങളെല്ലാം പ്രതാപൻ വിളിച്ചു പറയുന്നു. അപ്പോൾ ഈ ഒരു സമയത്താണ് എല്ലാത്തിൻ്റെയും പുറകിലെ സൂത്രധാരൻ വാമദേവനാണ് എന്നുള്ള കാര്യം കൂടി മഹാലക്ഷ്മി മനസ്സിലാക്കുന്നത്. അതോടുകൂടി കണ്ണനാണെങ്കിൽ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. പിന്നീട് ഒന്നും നോക്കിയില്ല. വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കുന്ന കണ്ണൻ പ്രതാപനും വാമനും നേരെ പാഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയുടെ 7-ാം മാസത്തെ ചടങ്ങ് ദിവസം എല്ലാ സത്യങ്ങളും കണ്ണൻ അറിയുന്നു. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ ഈ ഒരു കിടിലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്